അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ ബി.ജെ.പിക്കും ആർ.എസ്.എസിനും എന്ത് അധികാരമെന്ന് ജമ്മു-കശ്മീർ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള. എല്ലാവരുടെയുമാണ് ശ്രീരാമൻ. രാമക്ഷേത്രം സന്ദർശിക്കാൻ ക്ഷണം ആവശ്യമുണ്ടോ എന്നും ഉംറയ്ക്ക് എല്ലാവരും ക്ഷണിച്ചിട്ടാണോ പോകുന്നതെന്നും ഫാറൂഖ് അബ്ദുള്ള ചോദിച്ചു. क्या राम सिर्फ उस मंदिर में बसता है? क्या राम का और कोई घर नहीं है? यहाँ जो राम के मंदिर हैं वो क्या बेकार के लोग हैं, मंदिर हैं? राम हर जगह पे है. वो उस जगह पे भी है जहाँ मंदिर नहीं है, क्योंकि वो विश्व का राम है, वो एक तबके का राम नहीं है. ये बात याद रखिएगा. ये जो फैला रहे हैं हिंदू हिंदू हिंदू, वो गलत है. ये अपनी पुस्तकें नहीं जानते हैं. राम विश्व का राम है, याद रखिएगा. रशिया में कोई मंदिर है, मगर राम वहाँ भी है. हर जगह राम है. ബൽറാം തെരങ്ങാടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പല നേതാക്കൾക്കും ക്ഷണം ലഭിച്ചു. അവരെല്ലാവരും തന്നെ ആ ക്ഷണം നിരസിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്തു. പക്ഷേ ആർ.എസ്.എസിനും ബി.ജെ.പിക്കും ആരാണ് ഇതിന് അധികാരം നൽകിയതെന്ന ഒരു രൂക്ഷമായ ചോദ്യം, ആ ചോദ്യം ഉന്നയിക്കാൻ ഇപ്പോൾ ഫാറൂഖ് അബ്ദുള്ളയല്ലേ ആദ്യമായി രംഗത്ത് വന്നിരിക്കുന്നത്? തീർച്ചയായും ഗോകുൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ദിനത്തിന് ക്ഷണിച്ചതും ക്ഷണിക്കാത്തതും പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ദേശീയ രാഷ്ട്രീയം. അതിനിടെയാണ് ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള ഇത്തരത്തിൽ ഒരു ചോദ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിൽ മാത്രമാണോ രാമൻ ഉള്ളത്? എല്ലായിടത്തും രാമനുണ്ട്. രാജ്യത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും, എല്ലാ രാമക്ഷേത്രങ്ങളിലും രാമനുണ്ട്. ഒപ്പം തന്നെ ഈ അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള ചടങ്ങിനായി ക്ഷണിക്കാൻ ബി.ജെ.പിക്കും ആർ.എസ്.എസിനും എന്ത് അധികാരമാണ് ഉള്ളത് എന്നും അവരുടേത് മാത്രമാണോ ഈ ക്ഷേത്രം എന്നുമാണ് ഫാറൂഖ് അബ്ദുള്ള ഉന്നയിക്കുന്ന ചോദ്യം. രാമൻ എല്ലായിടത്തുമുണ്ട്, അതുപോലെ തന്നെ എല്ലാവരുടേതുമാണ് രാമൻ. അതുകൊണ്ട് തന്നെ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് എന്നും ഒരു വിഭാഗത്തിൻ്റേത് മാത്രമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് എന്നും അത് ശരിയല്ല എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. രാമക്ഷേത്രം സന്ദർശിക്കണമെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ഷേത്രം സന്ദർശിക്കണമെങ്കിൽ ആരുടെയും ക്ഷണം ആവശ്യമില്ല എന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. അതിന് ഉദാഹരണമായി അദ്ദേഹം എടുത്ത് കാണിക്കുന്നത്, തനിക്ക് ഉംറ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും ക്ഷണിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അത്തരത്തിൽ ഭക്തർക്ക് ആവശ്യമെങ്കിൽ അവർ സ്വയം ഈ ചടങ്ങിനായി എത്തും. അതിന് പ്രത്യേക ക്ഷണം രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും ഭാഗത്തു നിന്നും ആവശ്യമില്ല എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ശരി ബൽറാം, ഏതായാലും ഫാറൂഖ് അബ്ദുള്ളയുടെ ഭാഗത്തു നിന്നാണ് ആർ.എസ്.എസിന്റെയും ബി.ജെ.പിയുടെയും അതോറിറ്റി, അത് എന്താണ് രാമക്ഷേത്രത്തിൽ അവർക്കുള്ള അതോറിറ്റി എന്ന ചോദ്യം ആദ്യമായി വരുന്നത് ഫാറൂഖ് അബ്ദുള്ളയുടെ ഭാഗത്തു നിന്നാണ്.